വിദേശ പഠനം സ്വപ്നം കാണുന്ന കുട്ടികളുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. അതിനോടൊപ്പം ആളുകളുടെ ഭയവും. കാരണം ഈ വിദേശ പഠനത്തിന്റെ എക്സ്പെൻസസ്, യൂണിവേഴ്സിറ്റികൾ നല്ലതായിരിക്കുമോ, ഏജൻസികളെ എത്രമാത്രം ട്രസ്റ്റ് ചെയ്യാം, പറ്റിക്കപ്പെടുമോ എന്നൊക്കെയുള്ള സംശയങ്ങളും കൂടി വരികയാണ്. അപ്പോൾ ഇതുപോലുള്ള വിദേശ പഠനത്തെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഇന്ന് ദീപികയോടൊപ്പം ഉള്ളത്. അബേ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടറായ മിസ്റ്റർ പ്രദീപ് എബ്രഹാം. താങ്ക് യു. എനിക്ക് തോന്നുന്നു ഈ വിദേശ പഠനത്തെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരാൾ തന്നെയായിരിക്കും ഇദ്ദേഹം. കാരണം 1-2 വർഷമല്ല, ഈ പറയുന്ന ഈ സ്റ്റഡി അബ്രോഡ് ഇവരെ ട്രെൻഡ് സെറ്റർ ആവുന്നതിനും എത്ര വർഷങ്ങൾക്ക് മുൻപ്, അതായത് 2008 മുതൽ ഈ ഫീൽഡിലുള്ളവരാണ് അബേ സർവീസസ്. കഴിഞ്ഞ 17 വർഷമായിട്ട് കേരളത്തിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് ഏറ്റവും കൂടുതൽ കുട്ടികളെ അയക്കുന്ന ഒരു ഓവർസീസ് എഡ്യൂക്കേഷൻ ഏജൻസിയാണ് അബേ സർവീസസ്. അപ്പോൾ നമുക്ക് ഓസ്ട്രേലിയയിലെ പഠന സാധ്യതകളെക്കുറിച്ച്, അവിടുത്തെ കോഴ്സ്, യൂണിവേഴ്സിറ്റി ഫീസ്, എക്സ്പെൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് വിശദമായി ചോദിച്ചറിയാം. UK, കാനഡ, നെതർലൻഡ്സ്, ഫ്രാൻസ്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് കുട്ടികൾ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോഴും ഓസ്ട്രേലിയ ഒരു സ്റ്റെപ്പ് മേലെയാണ് വെച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയ ഒരു പോപ്പുലർ ഡെസ്റ്റിനേഷൻ ആണോ കുട്ടികൾക്ക്? ആക്ച്വലി ഓസ്ട്രേലിയ ഒരു പോപ്പുലർ ഡെസ്റ്റിനേഷനാണ്. ഓസ്ട്രേലിയയുടെ കുഴപ്പമെന്ന് വെച്ചാൽ അത് വൃത്തിയായിട്ട് അറിയാവുന്ന ഒരു ഏജൻറ്റിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ ആ സ്റ്റുഡൻറ്റിന് അവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. മറ്റ് കൺട്രികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഏജൻറ്റിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും. ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് ചെന്നാൽ മാത്രമേ ഓസ്ട്രേലിയക്ക് പോകാൻ പറ്റൂ, അവരുടെ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ബാക്കിൻ്റെലുള്ളൊരു പ്രശ്നം. പക്ഷേ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ പോപ്പുലർ ആയിട്ടുള്ളൊരു ഡെസ്റ്റിനേഷനാണ്. അതായത് നമുക്ക് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പോകുന്നത് കാനഡ, UK, US 3 കൺട്രിയാണ് കേരളത്തിൽ നിന്ന് കൂടുതൽ ട്രെൻഡ് കാണുന്നത്. അത് കഴിഞ്ഞ് യൂറോപ്യൻ കൺട്രിയാണ്. അതും കഴിഞ്ഞാണ് ഇപ്പോഴും ഓസ്ട്രേലിയ കിടക്കുന്നത്. പക്ഷെ അത് ആ ഡ്രീം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നല്ലൊരു ഏജൻറ്റിനെയാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് അവിടെ സെറ്റിൽ ആവാൻ പറ്റും. ഓസ്ട്രേലിയക്ക് പോകാനുള്ള ചെലവുകളെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ ആളുകൾക്കിടയിലുണ്ട്, ഭയങ്കര ചെലവാണ് എന്നൊക്കെ. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഇത് അഫോർഡബിൾ ആയിരിക്കും? തീർച്ചയായിട്ടും. ഇപ്പം US ഇപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ US ആൾക്കാർ പോകുന്നുണ്ട്, മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവരൊക്കെ പോകുന്നുണ്ട്. അതേ എക്സ്പെൻസ് തന്നെയാണ് ഓസ്ട്രേലിയ എങ്കിലും നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം ഡിഗ്രി മാസ്റ്റേഴ്സ് ലെവലിലുള്ള പ്രോഗ്രാംസാണ്. അതും വേൾഡ് റാങ്കിലുള്ള യൂണിവേഴ്സിറ്റികളാണ്. വേൾഡ് റാങ്കിലുള്ള യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് നമുക്ക് എഡ്യൂക്കേഷൻ ലോണോ അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുന്നതിന് ഒരു ബാങ്കുകളും ഒരിക്കലും ഒരു ബാരിക്കേഡ് ആവത്തില്ല. എല്ലാ ബാങ്കുകളും ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, ഏത് ബാങ്ക് വേണേലും നമ്മൾക്ക് എഡ്യൂക്കേഷൻ ലോൺ തരും. അതൊരു നല്ലൊരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ ആ സ്റ്റുഡൻസിന് അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോകാന്നുള്ളതാണ് അത്യാവശ്യം. അതെ. ഇപ്പോൾ കുറേ കുട്ടികൾ +2 കഴിഞ്ഞ് പോകുന്നവരുണ്ട്, ഡിഗ്രി കഴിഞ്ഞ് പോകുന്നവരുണ്ട്. അപ്പം നിങ്ങൾ എപ്പോൾ പോകുന്നതായിരിക്കും ഒരു റൈറ്റ് ടൈം? എപ്പോഴായിരിക്കും സജസ്റ്റ് ചെയ്യുക? എപ്പോഴും +2 കഴിഞ്ഞ് പോകുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇപ്പം ഹെൽത്ത് ആണെങ്കിൽ 4 ഇയേഴ്സ് കോഴ്സാണ് കൂടുതലും നമുക്കിവിടെ വരുന്നത്, ഹെൽത്ത് റിലേറ്റഡ് പ്രോഗ്രാംസ്. അതേസമയം ബാച്ചലർ ഡിഗ്രി ആർട്സ് ആൻഡ് സയൻസ് വരുമ്പോൾ 3 ഇയേഴ്സ് വരും, എഞ്ചിനീയറിംഗിലേക്ക് വരുമ്പോൾ 4 ഇയേഴ്സിലേക്ക്, അതുപോലെ തന്നെ ഹെൽത്ത് പോലെ തന്നെ 4 ഇയേഴ്സിലേക്കാണ് എഞ്ചിനീയറിംഗ് വരുന്നത്. ഇതെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഇത് 3 ഇയേഴ്സ് കോഴ്സാണ് കൂടുതലും വരുന്നത്. ഹെൽത്ത് റിലേറ്റഡ് പ്രോഗ്രാംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആർട്സ് ആൻഡ് സയൻസ് ആയിക്കോട്ടെ എല്ലാം 3 ഇയേഴ്സ്. പിന്നെ 70% നമ്മുടെ പ്രാക്ടിക്കലാണ്. നമ്മുടെ എല്ലാ ട്രെയിനേഴ്സും അല്ലെ ഫാക്കൽറ്റി വരുന്നതെല്ലാം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ആ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നതുകൊണ്ട് അവർക്ക് അവരെ കറക്റ്റായിട്ട് റൂട്ട് ചെയ്യാനും ഒരു തൊഴിലിലേക്ക് അവരെ നയിക്കാനും പറ്റും. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് +2 കഴിഞ്ഞ് പോകുന്നതല്ല. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 4 ഇയേഴ്സ് കോഴ്സ് അല്ലെങ്കിൽ 3 ഇയേഴ്സ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പിന്നെയും 2 ഇയേഴ്സ് കൂടെ അവിടെ പോയി സമയം കളയേണ്ടി വരും. ഇതാകുമ്പോൾ അവർക്ക് പ്രായവും കൂടും, എല്ലാം വ്യത്യാസം വരും, ചിലവും കൂടും. ഇതാകുമ്പോൾ +2 കഴിയുമ്പോൾ തന്നെ പോകുമ്പോഴത്തേക്കും അവർക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ തൊഴിലിലേക്ക് പോകാൻ പറ്റും. കൂടുതൽ ആളുകളും ഹെൽത്ത് റിലേറ്റഡ് കോഴ്സുകൾക്കാണ് പുറം രാജ്യത്ത് പോകാറ്. അപ്പോൾ എന്തൊക്കെയാണ് ഓസ്ട്രേലിയയിലെ പോപ്പുലർ കോഴ്സസ്? ഓസ്ട്രേലിയയിൽ ഹെൽത്ത് റിലേറ്റഡ് നോക്കിക്കഴിഞ്ഞാൽ നേഴ്സിംഗ്, ഒപ്റ്റോമെട്രി, ഫാർമസി, ഫിസിയോതെറാപ്പി, MBBS മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോഗ്രാംസും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ പാരാമെഡിസിൻ അങ്ങനെയുള്ള പ്രോഗ്രാംസ് എല്ലാം ഇതിനെല്ലാം നല്ല തൊഴിലവസരമുണ്ട്. അത് കൂടാതെ അതാണ് കൂടുതലും ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ, എക്സാമ്പിൾ പറഞ്ഞാൽ നേഴ്സിംഗ് പഠിച്ചാൽ 4 വർഷത്തെ കോഴ്സും കഴിഞ്ഞ് 2 വർഷം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ അവിടെ അവരുടെ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ 3 ഇയർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അവിടെ പ്ലേസ് ആകും. അതാണ് വ്യത്യാസം. അതെ. അതായത് 21 ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് അവരവിടെ ഇൻകം ഏൺ ചെയ്ത് തുടങ്ങും.
അപ്പോൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഒരാൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അവർ ശ്രദ്ധിക്കേണ്ട വേറെ ഒന്നുമില്ല. നല്ലൊരു അഡ്വൈസർ ആണെങ്കിൽ, ഒരു കൗൺസിലർ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ളത് അവരെ റൂട്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ എന്തേലും ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടിട്ട് ഇപ്പോൾ അവർ പോയി അത് സെറ്റായി രക്ഷപ്പെട്ടു അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഇപ്പം ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ, ഒരു കൗൺസിലിങ്ങിന് വന്നു കഴിഞ്ഞാൽ അവരുടെ ഹിസ്റ്ററി നോക്കിയിട്ട്, അവരുടെ ബാക്കിൻ്റെ അവരുടെ 10th +2 അതിൻ്റെ മാർക്കുകളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അഡ്വൈസ് കൊടുക്കുന്നത്. അവർക്ക് അതിനകത്ത് അഭിരുചി ഉണ്ടെങ്കിൽ അതിനകത്ത് നല്ല മാർക്ക് ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ റൂട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. പിന്നെ ചില ആൾക്കാർക്ക് പാഷനുണ്ട്, ഇപ്പം എനിക്ക് വീഡിയോഗ്രാഫി പഠിക്കണം, അങ്ങനെയുള്ള പാഷനുള്ളത് നമുക്കൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാം. അങ്ങനെയുള്ളവരെ നമ്മൾ അതിനനുസരിച്ച് തന്നെ വിടും. ചില ആൾക്കാർക്ക് മാനേജ്മെന്റ് കോഴ്സ് പഠിക്കണമെന്നായിരിക്കും ആഗ്രഹം, പക്ഷെ അവർക്ക് അന്നേരം ഫാമിലിയിൽ അതിനനുസരിച്ച് ബിസിനസ് ആയിരിക്കും അവരുടെ. അപ്പോൾ അവരുടെ പക്ഷേ അവർ പഠിച്ചിരിക്കുന്നത് സയൻസ് ആയിരിക്കാം. എന്നിരുന്നാലും അവർക്ക് അങ്ങനെയാണെങ്കിൽ മാനേജ്മെന്റ് കോഴ്സ് കൊടുക്കും. ട്രെൻഡിനനുസരിച്ച് പോകുന്നതിലല്ല, നമ്മുടെ ഇൻട്രസ്റ്റിന്. അതെ, ഒരു സ്റ്റുഡൻറ്റിന് ഇൻട്രസ്റ്റ് എന്താണോ അത് അവരുടെ മാർക്ക് ലിസ്റ്റ് നോക്കുമ്പോൾ അറിയാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതനുസരിച്ചാണ് ഇവിടെ കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യാറ് കോഴ്സസ്. ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റികളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? സ്കോളർഷിപ്പ്, മിനിമം റിക്വയർമെന്റ്സ്, പിന്നെ അതിന് ക്വാളിറ്റി, അതിനെക്കുറിച്ചൊക്കെ. നമ്മളുടെ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ എല്ലാം പബ്ലിക് സെക്ടറിലുള്ള യൂണിവേഴ്സിറ്റികളാണ്. ഭൂരിപക്ഷം യൂണിവേഴ്സിറ്റികൾ 38 പബ്ലിക് യൂണിവേഴ്സിറ്റികളുണ്ട്. ബാക്കി കുറച്ച് 4 പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ് ഓസ്ട്രേലിയയിലുള്ളത്. ബാക്കി ഏത് യൂണിവേഴ്സിറ്റി എടുത്തും, ഇപ്പോൾ പബ്ലിക് എടുത്താലും പ്രൈവറ്റ് എടുത്താലും ഒരേ വാല്യൂ തന്നെയാണ്, ഫീസും ഒന്ന് തന്നെയാണ്. നമുക്ക് ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാം, ഇപ്പം ഞാനൊരു സെലക്ട് ചെയ്യുന്ന പ്രോഗ്രാം ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണ്, അല്ലെ ടീച്ചിങ് ആണ്, അല്ലെങ്കിൽ അഗ്രികൾച്ചറാണ് എടുക്കുന്നതെങ്കിൽ അതിന് ആ പർട്ടിക്കുലർ ബോർഡിൻ്റെ അക്രഡിറ്റേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ആ കോഴ്സ് പഠിക്കാൻ പോകുമ്പം അതിൻ്റെ അക്രഡിറ്റേഷൻ ഇല്ലെങ്കിൽ നമ്മൾ അതിന് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രത്യേകിച്ച് ഡിഗ്രി മാസ്റ്റേഴ്സ് മാത്രം കൊടുക്കുന്നത്. ഇപ്പം ഡിപ്ലോമ ഒത്തിരി ആൾക്കാർ എൻക്വയറി ചെയ്യാറുണ്ട്, അത് ചിലവ് കുറവാണ്, പക്ഷേ അതിന് അക്രഡിറ്റേഷൻ ഒന്നുമില്ല. അത് കഴിയുമ്പോൾ അവരവരുടെ ലൈഫ് പിന്നെ വേറൊരു ഡിഗ്രി പഠിച്ച് സമയം കളയേണ്ടി വരും. ഇതാകുമ്പോൾ നേരെ പോയിട്ട് അക്രഡിറ്റേഷൻ ഉള്ള പ്രോഗ്രാമാണ്, ഉറപ്പായിട്ട് അവർക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തൊഴിൽ കിട്ടും. പിന്നെ യൂണിവേഴ്സിറ്റികളെന്ന് പറയുന്നത് QS റാങ്കിങ്, ടൈംസ് റാങ്കിങ്, ഇതിലെല്ലാം ഹയർ ആയിരിക്കും. എപ്പോഴും വേൾഡിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റികൾ, ഗ്രൂപ്പ് ഓഫ് 8 അങ്ങനെയുള്ള സംഭവത്തിലുള്ള യൂണിവേഴ്സിറ്റികളാണ് നമ്മുടെ എന്ന് പറയുന്നത്. പിന്നെ ട്രിപ്പിൾ ക്രൗൺ അക്രഡിറ്റേഷനുള്ള മാനേജ്മെൻറ്റ് സ്കൂളുകളുള്ള യൂണിവേഴ്സിറ്റികളാണ് നമുക്ക്. എൻ്റെ ഒരു അറിവനുസരിച്ച് ഇന്ത്യയിൽ 2-3 IIM ഉള്ളൂ ട്രിപ്പിൾ ക്രൗൺ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വിടുന്നത് എല്ലാം ടോപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് മാത്രം. അതെ, അത് പഠിക്കാൻ പറ്റണമെങ്കിൽ ആകെ നല്ല മാർക്ക് ഉണ്ടാവണം. ഒരു 70% നമ്മുടെ എൻട്രി റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് 55% ആണ് ബാച്ചിലേഴ്സ് ഡിഗ്രിക്ക് ഉണ്ടെങ്കിലാണ് മാസ്റ്റേഴ്സിന് പോകാൻ പറ്റുന്നത്. +2 കഴിഞ്ഞ ഒരാൾക്കാണെങ്കിൽ 65% മാർക്ക് ഉണ്ടായിരിക്കണം. 60+ ഉണ്ടെങ്കിൽ നമുക്ക് ബാച്ചലറിന് പോവാം, 55 ഉണ്ടെങ്കിൽ മാസ്റ്റേഴ്സിനും പോവാം. പക്ഷേ എന്നിരുന്നാലും അവരുടെ അരിയർ ഹിസ്റ്ററിയും അങ്ങനെയുള്ള കാര്യങ്ങൾ, കാരണം എവിടെയൊക്കെയാണ് അവർ, ഏത് സബ്ജക്റ്റിലൊക്കെയാണ് അവർ ഫെയിൽ ആയേക്കുന്നത്, അങ്ങനെയുള്ള റിപ്പീറ്റ് പോയേക്കുന്ന അരിയർ വന്നിരിക്കുന്നത്, അങ്ങനെയുള്ള കേസിൽ നമ്മൾ അത് നോക്കിയിട്ട് മാത്രമേ അവർക്ക് സജസ്റ്റ് ചെയ്യത്തുള്ളൂ. ചുമ്മാ അവർ പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് അക്കൗണ്ടിങ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അക്കൗണ്ടിങ്ങിന് മാർക്കില്ല എങ്കിൽ അവർ പോയാൽ അവർ സക്സസ് ആവത്തില്ല. അങ്ങനെയുള്ള പ്രോഗ്രാമിനൊക്കെ പോകുമ്പം അത് നല്ലപോലെ അവർ തന്നെ, സ്റ്റുഡൻറ്റ് തന്നെ റിസർച്ച് ചെയ്തിട്ട് വേണം പോകാൻ. അതിന് ഞങ്ങൾക്കൊരു ഓപ്ഷൻ തന്നെയുണ്ട്. അബേ സർവീസസിന് അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. എല്ലാ ഓപ്ഷനും കൊടുക്കുന്നുണ്ട്. സ്റ്റുഡൻസിന് കോഴ്സ് ഡീറ്റെയിൽസും അതിൻ്റെ ലിങ്കും എല്ലാം കൊടുക്കും. അതിനകത്ത് എന്തൊക്കെ ഓരോ സെമസ്റ്ററിലും സബ്ജക്റ്റുകൾ കവർ ചെയ്യുന്നതെന്നെല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് എനിക്കത് പഠിക്കാൻ പറ്റുമോ, എനിക്ക് പാസ്സാകാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ടാണ് ഓരോ സ്റ്റുഡൻറ്റിനും സെലക്ട് ചെയ്യാം. എന്നിട്ടാണ് ഞങ്ങൾ അഡ്വൈസ് കൊടുക്കുന്നത്. സ്കോളർഷിപ്പ് നമുക്ക് ഇപ്പം 90% മേളിൽ മാർക്ക് ഉണ്ടെങ്കിൽ ഇപ്പോഴും നമുക്ക് ഓപ്പൺ ആണ് 50% സ്കോളർഷിപ്പ്. അത് +2 കഴിഞ്ഞൊരു കുഞ്ഞ് 90% മാർക്കാണ്. എല്ലാ പ്രോഗ്രാമിനും എല്ലാ യൂണിവേഴ്സിറ്റി അല്ല ഞാൻ പറയുന്നത്. അത് ചില യൂണിവേഴ്സിറ്റികൾക്ക് ഇപ്പോൾ ക്ലോസ് ആയി, എന്നാൽ ഇപ്പം പല യൂണിവേഴ്സിറ്റികൾ ഇപ്പോഴും ഓപ്പൺ ആയിട്ടുള്ളതാണ്. 50% സ്കോളർഷിപ്പ് എൻ്റെയർ പ്രോഗ്രാമിന്. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഫസ്റ്റ് സെമസ്റ്ററിലായിരിക്കുമല്ലോ അല്ലെ 1 ഇയറിലായിരിക്കുമല്ലോ. അങ്ങനെയല്ല, എൻ്റെയർ പ്രോഗ്രാമിൽ 3 ഇയർ പ്രോഗ്രാമിന് 3 ഇയർ പ്രോഗ്രാം കിട്ടും. പക്ഷേ ഒറ്റ കണ്ടീഷനുണ്ട്, അവരുടെ മാർക്ക് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇവിടുന്ന് കിട്ടുന്നത് മാത്രമല്ല, അവിടെ പഠിച്ചുകൊണ്ടിരിക്കണം, നല്ലപോലെ പഠിക്കണം. മാർക്ക് കുറഞ്ഞാൽ അതിനനുസരിച്ച് സ്കോളർഷിപ്പ് കട്ടാകും. നമ്മൾ പഠിക്കാനല്ലേ പോകുന്നത്, നമ്മൾ സക്സസ് ആവാനല്ലേ പോകുന്നത്, അല്ലാതെ അവിടെ പോയി പാർട്ട് ടൈം ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാനല്ലല്ലോ പോകുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ അവർക്ക് എന്തും ആവാമല്ലോ. അതൊരു വലിയ പോയിന്റാ. ഈ കുട്ടികളെ പാർട്ട് ടൈം മെയിൻ ആയിട്ട് കണ്ട് സ്റ്റഡീസിൽ
പുറകോട്ട് എപ്പോഴും പോകുന്ന ഞങ്ങൾ കുട്ടികളല്ലേ? അഡ്വൈസ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ മാക്സിമം പാർട്ട് ടൈമിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും സ്റ്റുഡൻസിനോടും പേരൻസിനോടും പറയുന്നത് എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് പോകാൻ പറയുന്നത്. എഡ്യൂക്കേഷൻ ലോൺ എടുക്കുമ്പോൾ അവർക്ക് വേറെ ബേഡൻ ഒന്നുമില്ല. ഇപ്പം എഡ്യൂക്കേഷൻ ലോൺ എടുത്തു കഴിഞ്ഞാൽ 1 ഇയർ, ഇപ്പം 3 ഇയർ കോഴ്സാണ് അല്ലെ 2 ഇയർ കോഴ്സ് ആണെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് 1 ഇയറിന് ശേഷം റീപേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഒരു 2 ഇയർ പ്രോഗ്രാമാണ്, 36 മന്ത്സ് കഴിഞ്ഞ് റീപേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ അവർക്കതൊരു ബാധ്യത ആവത്തില്ല. പിന്നെ എടുക്കുന്ന എമൗണ്ടിന് മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ. അല്ലാതെ ഇപ്പം ഞാൻ 30 ലക്ഷം പാസ്സാക്കി, ആ 30 ലക്ഷത്തിന് ഇൻട്രസ്റ്റ് വരില്ല. ഞാൻ അതിനകത്ത് നിന്ന് 10 എടുത്തിട്ടുള്ളെങ്കിൽ ആ 10 മാത്രമേ ഇൻട്രസ്റ്റ് വരുള്ളൂ. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ഇനീഷ്യലി ഓടിച്ചെന്ന് അവിടെ പാർട്ട് ടൈം അല്ല അന്വേഷിക്കേണ്ടത്. അവർ പഠിക്കാനുള്ള ശ്രമിക്കുക. പഠനം ഫസ്റ്റ്, സെക്കൻഡറി ആണ് പാർട്ട് ടൈം. അങ്ങനെ വരുമ്പം ഒരു കുഞ്ഞു പോലും അത് ഫെയിലും ആവത്തില്ല, സെറ്റിൽ ആവുകയും ചെയ്യും. ഓസ്ട്രേലിയൻ സ്റ്റുഡന്റ് വിസ കിട്ടാനുള്ള ഫൈനാൻഷ്യൽ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്? ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് 1 ഇയറിൻ്റെ ട്യൂഷൻ ഫീസ്. നമുക്ക് ബാങ്ക് ബാലൻസ് കാണിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. 1 ഇയറിൻ്റെ ട്യൂഷൻ ഫീസ്, 1 ഇയറിൻ്റെ ലിവിങ് കോസ്റ്റ്, പിന്നെ അപ്പ് ആൻഡ് ഡൗൺ എയർ ടിക്കറ്റ്. ഇത്രയാണ് നമുക്ക് ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ കാണിക്കുന്നത്. അപ്പം സാധാരണഗതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കൺട്രികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇയറിൻ്റെ ലിവിങ് കോസ്റ്റ് അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല 1 ഇയറിൻ്റെ ട്യൂഷൻ ഫീസ് മൊത്തം അടയ്ക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പം ഇനീഷ്യൽ എക്സ്പെൻസ് കൂടുതലായിരിക്കും. ഓസ്ട്രേലിയയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സെമസ്റ്റർ 1 ഇയർ ഇതൊക്കെ കാണിക്കുന്നത് നമ്മൾ ഇന്ത്യയിൽ തന്നെയാണ്. നമ്മൾ എഡ്യൂക്കേഷൻ ലോൺ ആയിരിക്കും എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സേവിങ്സിൽ നിന്നായിരിക്കും എടുക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നേരെ ഈ പറയുന്നതിനകത്തുനിന്ന് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഫീസ് മാത്രം അടച്ചാൽ മതി. അങ്ങനെ വരുമ്പോൾ കോസ്റ്റ് വൈസ് നോക്കുമ്പോഴത്തേക്കും അവർക്ക് ഇനീഷ്യൽ എക്സ്പെൻസ് ഭയങ്കര കുറവായിരിക്കും സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച്. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം യൂണിവേഴ്സിറ്റികളും നമുക്കിപ്പോൾ സ്കോളർഷിപ്പിന് എലിജിബിൾ ആണെന്ന് പറഞ്ഞല്ലോ, ആ സ്കോളർഷിപ്പ് കഴിച്ചിട്ടുള്ള പൈസ അടച്ചാൽ മതി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു സെമസ്റ്ററിന് 10 ലക്ഷം രൂപയാണ് ഫീസ്. ആ 10 ലക്ഷം രൂപയാണ് ഫീസെങ്കിൽ അതിന് ആ കൊച്ചിന് 20% സ്കോളർഷിപ്പ് കിട്ടിയെങ്കിൽ ബാക്കിയുള്ള എമൗണ്ട് അടച്ചാൽ മതി. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അല്ലാതെ അവിടെ ചെന്നിട്ടല്ല, എല്ലാ യൂണിവേഴ്സിറ്റി അല്ല, ഭൂരിപക്ഷം യൂണിവേഴ്സിറ്റികളും അങ്ങനെയാണ്. അപ്പോൾ അവർക്കത് ഇനീഷ്യൽ എക്സ്പെൻസ് ഭയങ്കരമായിട്ട് കുറയും. അതുകൊണ്ട് തന്നെ അവർക്കൊരു 10 to 13 lakhs കൊണ്ട് ഇനീഷ്യൽ എക്സ്പെൻസ് അവർക്കത് കംപ്ലീറ്റ് ചെയ്ത് അവിടെ എത്തിപ്പെടാൻ പറ്റും. അതൊരു നല്ലൊരു അറിയാവുന്ന ഒരു ഏജൻറ്റ്, അതൊരു യൂണിവേഴ്സിറ്റിയുടെ ഏജൻറ്റ് ലിസ്റ്റിലുള്ള ഒരു ഏജൻറ്റിൻ്റെ അടുത്ത്, ഇപ്പം നമ്മുടെ അടുത്ത് വരണമെന്നൊന്നും ഞാൻ പറയത്തില്ല. ആബേ സർവീസസ് പോലെ തന്നെ കേരളത്തിലും ഇന്ത്യയിലും ഉടനീളം ഇഷ്ടംപോലെ ഏജൻറ്റ്സ് ഉണ്ട്. യൂണിവേഴ്സിറ്റികളുടെ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ ഏജൻറ്റിൻ്റെ പേര് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അവരുടെ ബ്രാഞ്ച് ഉൾപ്പെടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് കിട്ടത്തുള്ളൂ. ഒരു തേർഡ് പാർട്ടി ഏജൻറ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് കിട്ടത്തില്ല. ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തെടുത്താൽ അവർ GS അല്ലല്ലോ, ഒരിക്കലും GSന് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യത്തില്ല അവർ. അത് ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ, സ്റ്റുഡൻസിന് അറിയത്തില്ല. അതിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഒത്തിരി ഏജൻസ് ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. പിന്നെ പല കൺട്രികളും ഡൗൺ ആയി, മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാം ഓസ്ട്രേലിയയിലേക്ക് ഫോക്കസ് ചെയ്തു. പക്ഷേ അവരൊന്നും ഒരു യൂണിവേഴ്സിറ്റിയുടെ ഏജൻ്റ് അല്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് അറിയാവുന്ന വെച്ചിട്ട് ഇപ്പോൾ അവരൊരു വേറൊരു തേർഡ് പാർട്ടി ഏജൻറ്റിൻ്റെ സബ്ബായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു നാഷണൽ കമ്പനിയുടെ വലിയ വലിയ കമ്പനികളുടെ സബ്ബായിട്ട് അഗ്രഗേറ്റേഴ്സിൻ്റെ കൂടെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യണമെന്നില്ല സബ് ഏജൻറ്റിന്. അങ്ങനെ വരുമ്പോൾ അവർക്ക് അറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് സ്റ്റുഡൻറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം ആ സ്റ്റുഡൻറ്റിന് ഒരു കാരണവശാലും ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല. ഡയറക്റ്റ് ഒരു ഏജൻറ്റിനെ അപ്രോച്ച് ചെയ്താൽ മതി. ഡയറക്റ്റ് ഏജൻറ്റിനെ അപ്രോച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോവുക. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കാൻ പോകുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോവുക. അതിനകത്ത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റിൽ ഏജൻറ് ഉണ്ടോ എന്ന് നോക്കുക. ഏജൻറ് ഇപ്പോൾ ആവേ സർവീസ് ഇല്ല എങ്കിൽ ആവേ സർവീസിനെ അപ്രോച്ച് ചെയ്യാൻ പാടില്ല, ഉണ്ടെങ്കിൽ മാത്രം ആവേ സർവീസിനെ അപ്രോച്ച് ചെയ്യുക. അതുപോലെ ഓരോ സ്റ്റുഡൻറ്റും ചെയ്യുകയാണെങ്കിൽ ഈ കാര്യത്തിൽ ഒരു കുഞ്ഞിനും ഒരു കാരണവശാലും ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഡ്രീം നഷ്ടപ്പെടുകയില്ല. റിസർച്ച് ചെയ്യാത്തതുകൊണ്ടാണ്. ഒരു കൊച്ചും റിസർച്ച് ചെയ്യും. ഞാൻ നമ്മുടെ കോഴ്സിന്റെ കാര്യം പറഞ്ഞ അതാണ്, റിസർച്ച് ചെയ്തിട്ട് പോവുക. അപ്പം നമുക്കത് പഠിക്കാൻ പറ്റുകയില്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് കാര്യമില്ല. നമ്മൾ പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് എടുത്തിട്ട് പോവുക. അപ്പം നമ്മൾ ആ കോഴ്സിനെ കുറിച്ച് നല്ലപോലെ റിസർച്ച് ചെയ്തിട്ടാണ് പോകേണ്ടത്. അതാണ് ഏറ്റവും വലിയ. ഇവിടുന്ന് ഓസ്ട്രേലിയയിൽ എത്തുന്ന ഒരു കുട്ടി എന്തൊക്കെയായിരിക്കും ശ്രദ്ധിക്കേണ്ടത്? ചില ആൾക്കാർക്ക് ഹോം സിക്നെസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണും. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കുന്ന അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾക്ക്
അവർക്ക് അസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റും. അത് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഏജൻറ്റിന് മാത്രമേ അത് അവരുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇപ്പം നമ്മളുടെ അടുത്താണ് നമ്മളിവിടെ ഒരു കൊച്ചിനെ വിട്ടു കഴിഞ്ഞാൽ ആ കൊച്ചിനെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് നമുക്ക് മെൻറ്റേഴ്സ് ഉണ്ട്, എല്ലാ ലെവലിലുള്ള മെൻറ്റേഴ്സ് അവൈലബിളാണ്. അത് ചിലപ്പോൾ ആ കുഞ്ഞിനെ അറിയത്തില്ലായിരിക്കും. അപ്പം നമ്മൾ ഇവിടുന്ന് നമുക്ക് അത് റൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുകൂടാതെ ഫാക്കൽറ്റിയുടെ സപ്പോർട്ട് വേണം. ഇപ്പം പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് ഫാക്കൽറ്റിയുടെ സപ്പോർട്ട് വേണം. ഇപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ അക്കോമഡേഷൻ ഉൾപ്പെടെ നമ്മൾ ഇവിടുന്ന് സപ്പോർട്ട് കൊടുത്തിട്ടാണ് ഇവിടുന്ന്. അതുകൊണ്ട് അവിടെ പോയി സ്ട്രഗിൾ ചെയ്തില്ല. ഇപ്പം ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എല്ലാ യൂണിവേഴ്സിറ്റിക്ക് എയർപോർട്ട് പിക്കപ്പ് ഉണ്ട്, എല്ലാ യൂണിവേഴ്സിറ്റിക്ക് എയർപോർട്ട്. പക്ഷെ നമ്മളൊരു 48 hours മുമ്പേലും ബുക്ക് ചെയ്തില്ലെങ്കിൽ കിട്ടത്തില്ല. അത് ആ പൈസ ചുമ്മാ കളയേണ്ട കാര്യമില്ല. ആ കുഞ്ഞിനെ അവിടെ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവർക്ക് ആ സപ്പോർട്ട് കിട്ടും. അത് ഇവിടുന്ന് അറിയാവുന്ന ഒരു ഏജൻറ്റിന് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല നമ്മുടെ സ്റ്റഡി ഏജൻസുകളുണ്ട്. അത് സ്റ്റഡി മെൽബൺ, സ്റ്റഡി സ്റ്റഡി പെർത്ത്, സ്റ്റഡി സിഡ്നി, സ്റ്റഡി ബ്രിസ്ബെയിൻ, സ്റ്റഡി കാൻബറ, അങ്ങനെ ഒത്തിരി ഏജൻസികളുണ്ട്. ഏജൻസികളെല്ലാം ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ തന്നെ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി, ഇതെല്ലാം പബ്ലിക് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഈ പറയുന്ന യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഏജൻസികളാണ്. അവരുടെ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എല്ലാ എയർപോർട്ടിലും അവരുടെ ഒരു പവലിയൻ കാണും. ഇവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാനും, ഇപ്പോൾ ഒരു പാർട്ട് ടൈം ജോലി വേണോ, അല്ലെങ്കിൽ ഒരു അക്കോമഡേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിക്കോട്ടെ, എന്ത് വേണേലും നേരെ വന്ന് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ചോദിക്കാൻ പറ്റും. അവർ ഫ്രീ ആയിട്ട് തന്നെ അഡ്വൈസ് ചെയ്യും. അവരതിന് വേണ്ട എല്ലാം പ്രിപ്പയർ ചെയ്ത് തരികയും ചെയ്യും. അതൊന്നും അവർക്ക് ആർക്കും അറിയില്ല. അത് അറിയാൻ പറ്റണമെങ്കിൽ ഒരു ഏജൻറ്റ്, നല്ലൊരു ഏജൻറ്റിന് മാത്രമേ പറ്റത്തുള്ളൂ. അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇവിടുന്ന് പോകുന്ന ഒരു കുട്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജന്റ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു തേർഡ് പാർട്ടിക്ക് അത് പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു ഏജന്റ് ഉള്ളപ്പോൾ അവർക്ക് ഒരിക്കലും സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ല. ഇവിടുന്ന് പോകുന്ന കുട്ടികളുടെ വലിയൊരു കൺസേൺ ആണ് സ്റ്റേ ബാക്ക്. ഓസ്ട്രേലിയ ഓഫർ ചെയ്യുന്ന സ്റ്റേ ബാക്ക് എത്ര? ഓസ്ട്രേലിയയുടെയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്റ്റേ ബാക്ക് എന്ന് പറയുന്നത്. 5 years വരെ മാസ്റ്റേഴ്സിന് കിട്ടും. വേറെ ഒരു കൺട്രി അങ്ങനെ ഓഫർ ചെയ്യത്തില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ റീജിയണൽ ഏരിയ ആണെങ്കിൽ 5 years കിട്ടും മാസ്റ്റേഴ്സ് കഴിയുമ്പം. ബാച്ചിലേഴ്സ് കഴിയുമ്പോഴാണെങ്കിൽ അവർക്ക് 4 years ആണ്. അതേസമയം റീജിയണൽ സിറ്റികൾ ഒത്തിരി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് കൂടുതൽ ആൾക്കാരെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് കൂടുതൽ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും റീജിയണൽ സിറ്റികൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പെർത്ത്, ക്യാൻബറ ക്യാപിറ്റൽ സിറ്റി ആണെങ്കിൽ റീജിയണൽ സിറ്റി ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വോളോങ്ങോങ്, അങ്ങനെ ഒത്തിരി സിറ്റികളുണ്ട്. അങ്ങനെ വരുന്നിടത്തെല്ലാം 4 years മാസ്റ്റേഴ്സ് കഴിഞ്ഞവർക്കും ബാച്ചലർ ഡിഗ്രി കഴിഞ്ഞവർക്ക് 3 years കിട്ടുന്നത് സ്റ്റേ ബാക്ക്. പിന്നെ മെയിൻ സിറ്റികളുണ്ട്, സിഡ്നി, ബ്രിസ്ബെയിൻ, മെൽബൺ, ഇങ്ങനെയുള്ള സിറ്റികൾ വരുമ്പോഴത്തേക്കും 2 years ബാച്ചലർ ഡിഗ്രി കഴിഞ്ഞവർക്കും മാസ്റ്റേഴ്സ് കഴിഞ്ഞവർക്ക് 3 years കിട്ടുന്നത്. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അത് വേൾഡിൽ ഒരു കൺട്രിയിലും കൊടുക്കുന്നില്ല. ഓസ്ട്രേലിയ മാത്രമേ ഇത്ര സ്റ്റേ ബാക്ക് കൊടുക്കുള്ളൂ. അതുപോലെ തന്നെയാണ് പാർട്ട് ടൈമിന്റെ കാര്യം പറയുമ്പോഴും ഇവിടുന്ന് പോകുന്ന കുട്ടികൾ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ പാർട്ട് ടൈമിൽ മാത്രം ഫോക്കസ് ആയി പോകുന്ന അവസ്ഥ ഉണ്ടാവാറില്ല. അപ്പം എങ്ങനെയാണ് അവർക്ക് ഇത് രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക? അതാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. നമ്മൾ നമ്മൾ പഠിക്കാനാണ് പോകുന്നത്. പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് പഠിക്കുക. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ പാർട്ട് ടൈം അല്ല അന്വേഷിക്കേണ്ട, പഠനം സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമ്മുടെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ തിയറട്ടിക്കലാണ്, അവിടെ നിന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലാണ്. അസൈൻമെൻറ്റ്സ് കൂടുതലും വരുന്നത്. അപ്പോൾ വീക്ക്ലി അസൈൻമെൻറ്റ്സ് ഉണ്ടാകും. ഇവർക്കത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഇവിടുത്തെ സിസ്റ്റത്തിലേ അല്ല അത് ഓടുന്നത്. അത് ഒരു സെക്കൻഡ് അല്ലെ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ അവരൊരു ടൈം തന്നിട്ടുണ്ട്, ആ മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല അസൈൻമെൻറ്റ്. അങ്ങനെ ഡെഡ്ലൈൻ കഴിഞ്ഞാൽ ഡെഡ്ലൈൻ ആണ്, പിന്നെ അവർക്കത് കംപ്ലീറ്റ് ആകത്തില്ല. പിന്നെ അവരെന്ത് കാണിച്ചാലും ഒന്നും കാര്യമില്ല. അപ്പം നമ്മളെപ്പോഴും പറയുന്നത് പാർട്ട് ടൈം അല്ല ഇമ്പോർട്ടൻറ്റ്, പഠനമാണ് ഇമ്പോർട്ടൻറ്റ്. പാർട്ട് ടൈം പോയി ചെയ്യാം. പാർട്ട് ടൈം ചെയ്ത് നമ്മളൊന്ന് സെറ്റായി കഴിഞ്ഞ് പാർട്ട് ടൈമിലേക്ക് പോവുക. ഇത് നമ്മുടെ ഈ അസൈൻമെൻറ്റ് നമ്മുടെ പഠനമൊക്കെ ഒന്ന് സെറ്റായി ഒരു ചിലപ്പോൾ 3 months കൊണ്ട് നമുക്കൊരു ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് 6 months എടുക്കും. അത് കഴിഞ്ഞവർ പൊക്കോട്ടെ. അവൻ പോകുമ്പം നമുക്കുള്ള ഏറ്റവും വലിയ വേൾഡിൽ ഒരു കൺട്രിയും മിനിമം വേജസ് ആക്ട് പാർട്ട് ടൈം ജോലിക്ക് കൊടുക്കുന്നില്ല. അത് 24.10 ആണ്. അതായത് $24.10 ഓസ്ട്രേലിയ ഓഫർ ചെയ്യുന്നത് എല്ലാ പാർട്ട് ടൈം ജോലിക്കും ഡേ ടൈമിൽ. അത് ലീഗലി വർക്ക് ചെയ്യുമ്പം നമ്മൾ 48 hours ക്ലാസ് ഇല്ലാത്ത സമയത്ത് ഫുൾ ടൈമും, ക്ലാസ് ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ സെമസ്റ്റർ ബ്രേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഇയർ എൻഡ് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ ഡിസംബർ മാസം ഇപ്പോൾ എല്ലാം അവധിയാണല്ലോ, ഈ സമയത്ത് നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാം. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് മിനിമം 24.10
$1 അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അക്കോമഡേഷൻ സ്കോളർഷിപ്പ് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല യൂണിവേഴ്സിറ്റിക്ക് ഉള്ളിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ആൾക്കാർ പറയും പാർട്ട് ടൈം ജോലി കിട്ടുന്നില്ല, പാർട്ട് ടൈം ജോബ് ഒരിടത്തും ഇല്ല എന്നൊക്കെ പറയും, കൂടുതൽ വരുന്നത്. പക്ഷെ ഓസ്ട്രേലിയക്ക് അങ്ങനെ വരത്തില്ല. അത് നമ്മളത് അന്വേഷിക്കാതെ നമുക്ക് ആരും തരൂല. നമ്മൾ അന്വേഷിച്ചല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മളതിന് റെസ്യൂം പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, നല്ലൊരു സ്റ്റഡി ഏജൻറ്റിനെയോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഏജൻറ്റ് മാത്രമല്ല, സ്റ്റഡി ഏജൻറ്റുമാരുണ്ടല്ലോ, സ്റ്റഡി മെൽബൺ, സ്റ്റഡി പെർത്ത് എന്നൊക്കെ പറയുന്ന പോലെ അവരെ അപ്രോച്ച് ചെയ്യുക. അല്ലെങ്കിൽ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീനെ അപ്രോച്ച് ചെയ്യുക. യൂണിവേഴ്സിറ്റിക്ക് ഇഷ്ടംപോലെ ക്ലബ്ബുകളും കാര്യങ്ങളും. നമ്മൾ ഇൻട്രാക്ഷൻസ്, നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി മലയാളികളെ കണ്ടു കഴിഞ്ഞാൽ, ഒരു മലയാളിയെ ആ ക്ലാസ് റൂമിൽ കണ്ടു കിട്ടിയാൽ പിന്നെ വേറെ ഒരു ലോകത്തുള്ള ഒരു മനുഷ്യനെ അറിയില്ല. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഒരു വലിയൊരു, അവരെ സംബന്ധിച്ച് മൾട്ടി കൾച്ചർ എൻവയോൺമെൻറ്റാണ് കിട്ടുന്നത് അവർക്ക്. എന്നുവെച്ചാൽ 100+ കൺട്രി എന്നുള്ള സ്റ്റുഡൻസാണ് അവിടെ പഠിക്കാൻ വരുന്നത്. ആ പർട്ടിക്കുലർ കൺട്രി ഓസ്ട്രേലിയ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ക്ലാസ് റൂമിൽ ചിലപ്പം 10 പിള്ളേരെ ഉള്ളെങ്കിലും 10 രാജ്യത്തു നിന്നായിരിക്കും ഓസ്ട്രേലിയക്കാരും കാണും. അല്ലാതെ മറ്റ് കൺട്രികളിൽ പോകുന്ന പോലെ ഇന്ത്യക്കാരാണെങ്കിൽ ഇന്ത്യക്കാർ മാത്രം, അങ്ങനെയല്ല. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും ഉണ്ടാവും, ഡൊമസ്റ്റിക് സ്റ്റുഡൻസ് ഉണ്ടാവും. അതിനൊരു റേഷ്യോ ഉണ്ട്. 30% ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഭൂരിപക്ഷം യൂണിവേഴ്സിറ്റികളിലുള്ളൂ, ബാക്കി 70% ഡൊമസ്റ്റിക് സ്റ്റുഡൻസ് ആണ്. വളരെ കുറച്ച് യൂണിവേഴ്സിറ്റികളിൽ ഒരു 40% വരെ വരാറുണ്ട്, ബാക്കി എല്ലാം ഡൊമസ്റ്റിക് സ്റ്റുഡൻസ് ആണ്. അതാണ് ഏറ്റവും വലിയ അട്രാക്റ്റീവ് എന്ന് പറയുന്നത്. ഇൻട്രാക്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഇഷ്ടംപോലെ ക്ലബ്ബുകളുണ്ട്. ഇപ്പോൾ എന്താ സൈക്ലിംഗ് ക്ലബ്ബ്, അങ്ങനെ എക്സാമ്പിൾസ് ഉണ്ട്. ഇതിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പം അവർക്ക് വലിയ വലിയ നെറ്റ്വർക്കിംഗ് രൂപപ്പെടും. അപ്പം നെറ്റ്വർക്കിങ്ങിലൂടെയാണ് ഇവർക്ക് ഇപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഇവർക്ക് സെറ്റിൽമെൻറ്റ് നടക്കുന്നതും തൊഴിൽ കിട്ടുന്നതും മറ്റെല്ലാം ഈ നെറ്റ്വർക്കിൽ കൂടെയാണ്. അല്ല നമ്മൾ മലയാളികളെ കാണുമ്പോൾ മലയാളികളുടെ അടുത്ത് മാത്രം ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ മലയാളികൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് പല സ്റ്റുഡൻസും പോയിട്ട്. കാരണം മലയാളികളില്ലാത്ത യൂണിവേഴ്സിറ്റിയിൽ ചില പ്രോഗ്രാമിനൊക്കെ മലയാളികൾ കാണുകയില്ല, അല്ല ഇന്ത്യക്കാർ കാണുകയില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ ഇനീഷ്യലി അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തെങ്കിലും ഒരു 3 മാസം കഴിയുമ്പോൾ അവർ പെട്ടെന്ന് കയറിപ്പോകുന്നു. അവരുടെ ലൈഫ് സെറ്റിലാവുന്നത് പെട്ടെന്ന് കാണാൻ പറ്റും. നമുക്ക് അവരുടെ കരിയർ ഗ്രോത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും ഒരു മിനിമം വേജ്, ഇത്രയും പേയ്മെന്റ് ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് കുട്ടികൾ അതിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആയി പോകാൻ സാധ്യത. അത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, പഠനമാണ് ഇമ്പോർട്ടൻറ്റ്. പോകരുത്, ശ്രദ്ധിക്കണം. പഠനമാണ്, പേരൻസ് ഉൾപ്പെടെ ശ്രദ്ധിക്കണം. നമുക്ക് പഠനമാണ് ഇമ്പോർട്ടൻറ്റ്. പഠിച്ചില്ലെങ്കിൽ ഒരു കാരണവശാലും ഒരു ഉപകാരം പേരൻസിനും ഉണ്ടാകില്ല, നാട്ടുകാർക്കും ഉണ്ടാകില്ല, കൊച്ചിനും ഉണ്ടാകില്ല. ഇവിടെ നിന്ന് പലരും പാർട്ട് ടൈം ആണെങ്കിൽ പാർട്ട് ടൈം കിട്ടിയല്ലോ, പിന്നെ എന്തെങ്കിലും ഒരു ജോലി പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടല്ല. അങ്ങനെയല്ല, പഠനമാണ് ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ പോകരുത്. പഠിക്കാൻ അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട. നമുക്ക് തൊഴിൽ കിട്ടുക അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കി, ഇനീഷ്യൽ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതല്ല. ഏറ്റവും കൂടുതൽ വരുമാനത്തെക്കാളുപരി പഠനമാണ് നമ്മുടെ. നമ്മളെന്തായാലും പഠിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. നമ്മളല്ലെങ്കിൽ പിന്നെ ഈ വിസയെല്ലാം എടുത്ത് ഇത്രയും പൈസ മുടക്കി പോവുക. നമ്മൾ പഠിച്ചില്ലെങ്കിൽ ആർക്കാ പോകുന്നത്? നമ്മുടെ കുടുംബത്തിനും പോയി, നമുക്കും പോയി, സമൂഹത്തിനും പോയി. ആബേ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് സർവീസ് എന്തൊക്കെയാണ് കുട്ടികൾക്ക്? ആബേ സർവീസസിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ PT ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞങ്ങളുടെ. കേരളത്തിലാകെ 3 ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾക്കുള്ളൂ. കേരളത്തിൽ ഒരു വർഷം ഏറ്റവും കൂടുതൽ സിറ്റിങ്ങിന് ഇരിക്കുന്ന, എക്സാമിന് സിറ്റിങ്ങിന് ഇരിക്കുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ആബേ സർവീസസിൻ്റെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ PT ഇന്ത്യയിൽ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം മുതൽ ഞങ്ങൾ അന്ന് മുതൽ ഞങ്ങൾ 2017 തോന്നുന്നു സ്റ്റാർട്ട് ചെയ്ത് PT 17-18 അന്ന് മുതൽ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ലാബുകളും മറ്റു കാര്യങ്ങളും ഉണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കാരണം ഒരു സ്റ്റുഡൻറ്റ് ഒന്നും ഇല്ലാതെ വന്നാൽ പോലും, കൈയും വീശി വന്നാൽ പോലും അവർക്കത് ഫുള്ള് യൂസ് ചെയ്യാൻ പറ്റും. കാരണം കമ്പ്യൂട്ടർ ലാബും കാര്യങ്ങളുണ്ട്. സാധാരണ എന്ന് പറഞ്ഞാൽ തിയറിയാണ് കൂടുതലും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും നടത്തുന്നത്. നമ്മളെ സംബന്ധിച്ച് നേരെ പ്രാക്ടിക്കൽ ബേസ്ഡ് ആണ്. പ്രാക്ടിക്കൽ കൊടുത്താൽ ഒരു സ്റ്റുഡൻറ്റിന് ആ സ്കോർ, അവർ ഉദ്ദേശിക്കുന്ന സ്കോർ, ഇപ്പോൾ അവരുടെ റെക്കോർഡ് സ്കോർ എത്രയാണോ അത് കിട്ടണമെങ്കിൽ പ്രാക്ടിക്കൽ കൊടുക്കണം. പിന്നെ നമ്മുടെ ട്രെയിനേഴ്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ട്രെയിനേഴ്സ് എല്ലാം ഈ പറയുന്ന PT ആയിക്കോട്ടെ, IELTS ആയിക്കോട്ടെ, TOEFL ആയിക്കോട്ടെ, ഈ ടെസ്റ്റ് എല്ലാം പാസ്സായിട്ട് തന്നെയാണ് ഈ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർക്കുള്ളതെന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രാക്ടിക്കൽ നോളജ് ഉണ്ട്. നമ്മളിപ്പോൾ കുറച്ച് ലാംഗ്വേജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ലിറ്ററേച്ചറിന് ഞാൻ ഭയങ്കര ഹൈ ക്വാളിഫൈഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റണമെന്നില്ല. അതേസമയം എനിക്ക് ആ പ്രാക്ടിക്കൽ നോളജ് ഉണ്ടെങ്കിൽ അവിടെ എവിടെയാണ് ആ കൊച്ചിന് എവിടെയാണ് ഡൗൺ ആകുന്നത്, അത് ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ അവർക്ക്. അതെ അതെ. ഈ മേഖലയിലുള്ള റീസെന്റ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ഗവൺമെൻറ് ഒരു ക്യാപ്പിംഗ് സിസ്റ്റം കൊണ്ടുവന്നു. ആ ക്യാപ്പിംഗ് സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞപ്പം നമ്മുടെ നാട്ടിൽ സംഭവിച്ചതെന്നാന്ന് ചോദിച്ചാൽ, എല്ലാവരും പറഞ്ഞു ഒരു ഇത്ര പിള്ളേരെ ഇത് ഇനി എടുക്കുകയുള്ളൂ ഓസ്ട്രേലിയക്ക്. അതൊരു നെഗറ്റീവ് മാർക്കറ്റായി മാറി. ഓസ്ട്രേലിയ ഒരു നെഗറ്റീവ് മാർക്കറ്റായി. ലാസ്റ്റ് ഒരു 2 മാസമായതേ ഉള്ളൂ അത് മാറ്റിയിട്ട്.
17 വർഷമായിട്ട് ആബേ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ മേഖലയിലുണ്ട്. അത് കഴിഞ്ഞ് ഒരുപാട് ഏജൻസികൾ വന്നു. അപ്പോൾ അവരിൽ നിന്നെല്ലാം ആബേ സർവീസസിനെ എന്താണ് വ്യത്യസ്തമാക്കുന്നത്? നമ്മളെ സംബന്ധിച്ച് നമ്മൾ പ്രിഫേർഡ് ഏജൻസ് ആണ്. പല യൂണിവേഴ്സിറ്റികളുടെയും പ്രിഫേർഡ് ഏജൻറ്റ് ആവണമെങ്കിൽ പ്രിഫേർഡ് ഏജൻറ്റിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് പ്രോസസ്സിങ് ആയിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ വെച്ച് നാളെ രാവിലെ ഓഫർ വന്നിരിക്കും, വർക്കിംഗ് ഡേ ആണെങ്കിൽ. അതുപോലെ തന്നെ GS റിക്വയർമെൻറ്റ്, ഞാൻ പറഞ്ഞില്ലേ, GS റിക്വയർമെൻറ്റും കാര്യങ്ങളും ആണെങ്കിലും അവർ ഫാസ്റ്റ് പ്രോസസ്സ് 24 hours അവർ അപ്രൂവൽ തരും. കാരണം ഒരു ഏജൻറ്റ് പ്രിഫേർഡ് ഏജൻറ്റ് ആണെങ്കിൽ, പ്രിഫേർഡ് ഏജൻറ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന ഡോക്യുമെൻറ്റ്സ് പെർഫെക്റ്റ് ആയിട്ടാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് പ്രോസസ്സ് ചെയ്യാൻ ഡിലേ ഒന്നുമില്ല. അവർക്ക് ഡൗട്ടുകളോ പിന്നെ അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ചോദിക്കേണ്ട കാര്യമില്ല. ഇപ്പം GS ഡോക്യുമെൻ്റ് അയക്കുകയാണ്, GS എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സും എല്ലാം കൂടെ യൂണിവേഴ്സിറ്റിക്ക് അയക്കുമ്പോൾ യൂണിവേഴ്സിറ്റി അപ്രൂവൽ തരേണ്ടത് നമുക്ക്. അപ്പോൾ അത് അയക്കുമ്പം അതെല്ലാം പ്രോപ്പറായിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് വേറെ ബേഡനൊന്നും ഇല്ലല്ലോ. ഇത് പല ആൾക്കാരും ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കിട്ടുന്ന വെച്ച് അങ്ങ് കൊടുക്കുക. അപ്പോൾ അത് അവർക്കും ബുദ്ധിമുട്ടാണ്. അത് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് സ്റ്റുഡൻറ്റിനെ ഒരു തരത്തിൽ അവർ പറ്റിക്കലാണ്. സത്യത്തിൽ അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. മൊത്തം മേടിച്ചിട്ട് ഒറ്റയടിക്ക് ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് അവർക്ക് അവിടെ ഇരിക്കുന്ന ഈ അസസ് ചെയ്യുന്നവർക്ക് എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ അങ്ങനെയാണ് ഞങ്ങൾ പ്രിഫേർഡ് ഏജൻറ്റ്. പിന്നെ പ്രിഫേർഡ് ഏജൻറ്റിന് വേറെയും കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പം നല്ലപോലെ പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിന് മാർക്ക്, അവരെടുക്കുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്തോ ഫുൾഫിൽ ചെയ്തോ, ഇതെല്ലാം ഒരു മാനദണ്ഡമാണ്. ഇപ്പം നമ്മൾ വിടുന്ന സ്റ്റുഡൻസിൻ്റെ അത് പഠിച്ച് പാസ്സായോ, അവർ തൊഴിൽ കയറിയോ, അവരത് ഇടയ്ക്ക് വെച്ചിട്ട് വിഡ്രോ ചെയ്തിട്ട് പോയോ, ഡ്രോപ്പ് ചെയ്തിട്ട് പോയോ, ഇതെല്ലാം ഒരു മാനദണ്ഡമാണ്. അങ്ങനെയാണ് പ്രിഫേർഡ് ഏജന്റ് ആവുന്നത്. അതോടൊപ്പം നമ്മൾ കൊണ്ടുപോയി കുട്ടികൾ നല്ല നിലയിലാണെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രിഫേർഡ് ഏജന്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അത് വളരെ ഇപ്പോൾ ഇന്ത്യയിൽ ഒത്തിരി കമ്പനികളുണ്ടല്ലോ. ഇന്ത്യയിൽ നിന്ന് തന്നെ ഞാൻ പറയാം, അതിനകത്ത് ഇന്ത്യയിൽ തന്നെ നമ്പർ 1 കമ്പനിയാണ് പല യൂണിവേഴ്സിറ്റികളുടെയും ആബേ സർവീസസ്. വലിയ നമ്പറൊന്നും വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്, ചെയ്യുന്നത് നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അത് ഹയർ മാനേജ്മെന്റ് ലെവലിൽ തന്നെയാണ് പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ടാണ്, അല്ലാതെ മറ്റ് കൺസൾട്ടൻസികൾ എന്ന് പറയുന്നത് അല്ല മറ്റ് ഏജൻസികൾ എന്ന് പറയുന്നത്, അതിപ്പം ഞാനൊരു കൗൺസിലർ ആണെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കും ഈ ആപ്ലിക്കേഷൻ വെക്കുന്നതും GS വെക്കുന്നതും വിസ വെക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഞങ്ങളുടെ ഹയർ മാനേജ്മെന്റ് ലെവലിൽ തന്നെയാണ് വിസ പ്രോസസ്സ് നടക്കുന്നതും ആപ്ലിക്കേഷൻ വെക്കുന്നതും GS വെക്കുന്നതും. അതുകൊണ്ട് വേറെ ഒരിടത്ത് ഇപ്പം ബ്രാഞ്ചിലാണെങ്കിൽ പോലും ഞങ്ങളുടെ സെൻട്രലൈസ്ഡ് പ്രോസസ്സാണ്. ബ്രാഞ്ചിൽ അവിടെയൊന്നും പ്രോസസ്സ് ഇല്ല. അവിടുന്ന് ഫയൽ എടുക്കുക, ഇവിടെ തരിക. ഇവിടെ ഇരുന്ന ഒരു ടീം തന്നെയുണ്ട്, GT ടീം തന്നെ ബാക്കെൻഡിൽ. അപ്പം അവരാണ് പ്രോസസ്സ് ചെയ്തിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ട് അഡീഷണൽ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടേബിളിലേക്ക് വരുന്നത്, ഹയർ മാനേജ്മെന്റ് ടേബിളിലേക്ക് വരുന്നത്. അതാണ് നമ്മുടെ പ്രോസസ്സ്. ഹയർ മാനേജ്മെന്റ് അറിയാതെ ഒരു ഫയലും ഒരു യൂണിവേഴ്സിറ്റിക്ക് ആപ്ലിക്കേഷൻ പോകത്തില്ല. എല്ലാം പ്രോപ്പറായിട്ട് മാത്രമേ വരുള്ളൂ. നമ്മളിപ്പോഴും ഒരു സ്റ്റുഡൻറ്റിനോട് ജെനുവിൻ സ്റ്റുഡൻറ്റിനെ, അതായത് അവരുടെ മാർക്കിനനുസരിച്ച് അവരുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി, കരിയർ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ് വിടുന്നത്. അല്ലാതെ വരുന്ന ആൾക്കാരെ മുഴുവനും കൂടെ ഹോസ്റ്റലിലേക്ക് വിടാമെന്നൊന്നും നമ്മളാർക്കും പ്രോമിസ് ചെയ്തിട്ടില്ല. വരുന്ന ആൾക്കാരെ ആരെയും ഞങ്ങൾ എല്ലാവരെയും കയറ്റി വിടാറുമില്ല, അങ്ങനെ ഒരിക്കലും പറയത്തില്ല. അവരുടെ ടാലൻറ്റ് എന്തിലാണോ അത് അവരെ നോക്കുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ, അവരോട് ഒരു 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൊച്ചിൻ്റെ ഇൻട്രസ്റ്റ് എന്താണെന്ന് നോക്കിയിട്ട് ആ കൊച്ചിനെ വിട്ട് കഴിഞ്ഞാലും ഉറപ്പായിട്ട് ആ കൊച്ചത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. നല്ലൊരു ലെവലിലേക്ക്, ഒരു കരിയറിലേക്ക് എത്തുകയും ചെയ്യും. ഒരു പ്രോപ്പർ വേ ആണ്. ആദ്യം കുട്ടികളോട് സംസാരിക്കുന്നു, അവർ ഇൻട്രസ്റ്റ് എന്താണ് പിള്ളേരോട് സംസാരിക്കും, പിന്നെയാണ് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം. ഇവിടെ നമ്മുടെ നാട്ടിലെ സിസ്റ്റമേ അങ്ങനെയാണ്. അതിൽ നിന്നെല്ലാം ഡിഫറെന്റ് ആണ്. അതെ. 17 വർഷം മുമ്പ് തുടങ്ങുന്ന അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഒരുപാട് ഏജൻസികളൊക്കെ ഉണ്ട്. അപ്പം എന്താണ് ആബേ സർവീസസ് ഇപ്പം കറന്റ്ലി ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്? നമ്മൾ ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഏജൻസികൾ വന്നല്ലോ. അപ്പം അവരൊന്നും അക്രഡിറ്റേഷൻ ഉള്ളതോ അല്ല യൂണിവേഴ്സിറ്റിയുടെ രജിസ്റ്റേർഡ് ഏജൻറ്റോ അല്ലെങ്കിൽ ഞങ്ങളുടെ അസോസിയേഷൻ ഏരിയ എന്ന് പറയും, ഏരിയയിൽ അസോസിയേഷൻ ഉള്ള ഏജൻസോ അല്ല. അവർക്ക് ഈ റെഗുലറായിട്ടുള്ള അപ്ഡേഷനൊന്നും ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊന്നും കിട്ടത്തില്ല. അതെന്ന് പറഞ്ഞാൽ ഏരിയയിൽ റെപ്രസെൻറ്റേഷനുള്ള അസോസിയേഷൻ, ഞങ്ങളുടെ അസോസിയേഷൻ റെപ്രസെൻറ്റേഷൻ ഉള്ളവർക്കോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി റെപ്രസെൻറ്റേഷൻ ഉള്ളവർക്കോ മാത്രമാണ് അപ്ഡേഷൻ കിട്ടത്തുള്ളൂ. അവർക്ക് മാത്രമേ കറക്റ്റായിട്ട് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾക്കായിട്ട് സ്റ്റുഡൻസിനെ എടുത്തിട്ട് മിസ്ലീഡ് ചെയ്ത് കളയാന്ന് പറയും. ഇപ്പം അവർക്ക് ചിലപ്പോൾ നല്ലപോലെ നമ്മളെപ്പോലുള്ള ഒരു ഏജൻറ്റിൻ്റെ അടുത്താണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷനുള്ള ഞങ്ങളെപ്പോലുള്ള റെപ്രസെൻറ്റേഷനുള്ള ഏതൊരു ഏജൻറ്റിൻ്റെ അടുത്ത് പോയാലും അവർക്ക് അവരുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് പറ്റണമെന്നില്ല. കാരണം അവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല.
ഉള്ള ധാരണ വെച്ച് അവർ അവരത് മിസ്ലീഡ് ചെയ്യുന്നു. അതുകൊണ്ട് അവരുടെ കരിയർ അത് അങ്ങനെ വരുമ്പം ഈ പറയുന്ന ഏജൻസി പല കൺട്രികളുമായിരിക്കും അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആബേ സർവീസ് എപ്പോഴും ഓസ്ട്രേലിയ മാത്രമാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഓസ്ട്രേലിയ പറ്റത്തില്ലെന്ന് തന്നെ പറഞ്ഞുവിടും. വേറെ കൺട്രി ഉണ്ടെന്ന് വെച്ചാൽ ഇല്ലെന്ന് തന്നെ പറഞ്ഞുവിടും. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവർക്ക് ഓസ്ട്രേലിയക്ക് പറ്റുന്നില്ല എങ്കിൽ ഇവർ അപ്പം തന്നെ അടുത്ത കൺട്രിക്ക് വെച്ച് കൊടുക്കും. അപ്പോൾ അവൻ്റെ ഡ്രീമല്ല അവിടെ അച്ചീവ് ചെയ്യുന്നത്, അവൻ വേറൊരു ലോകത്തെ ചെല്ലുന്നത്, അവർക്ക് കിട്ടാനുള്ള കിട്ടുക. അതാണ് ഇതിനകത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ ഇവരൊക്കെ വോളിയം ബേസിലാണ്. നമുക്ക് ബിസിനസ് എന്ന് പറയുന്നത് ഭയങ്കര എല്ലാവർക്കും ബിസിനസ് പക്ഷെ അതിലല്ല ഞങ്ങൾ സർവീസും പ്ലസ് ബിസിനസ്സുമാണ്. ബിസിനസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. സർവീസാണ് ഇതിനകത്ത് ഏറ്റവും വലിയ മോട്ടോ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 500 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ മറ്റേ ഏജൻസികൾക്ക് ചിലപ്പോൾ 1000 സ്റ്റുഡൻസ് ഉണ്ടാവും, ചിലപ്പോൾ 7000 സ്റ്റുഡൻസ് ഉണ്ടാവും ഒരു വർഷം. നമുക്ക് 500 ഒക്കെ കാണുള്ളൂ. പക്ഷേ ആ 500ൽ നമ്മൾ സാറ്റിസ്ഫൈഡാണ്, നമ്മുടെ ക്ലയൻസും സാറ്റിസ്ഫൈഡ് 80%. അത് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ക്ലയൻസ് ഒരേ ഐഡിയ അല്ലെ ഒരേ ചിന്താഗതി ഐഡിയോളജി ഉള്ളവരായിരിക്കണമെന്നില്ല. അതുകൊണ്ട് അത് എപ്പോഴും നമ്മുടെ സൊസൈറ്റിയിലോട്ട് നോക്കിക്കഴിഞ്ഞ് കാണാൻ പറ്റും. നമുക്ക് എപ്പോഴും നെഗറ്റീവ് എപ്പോഴും ഉണ്ടാവും. എത്ര ഉണ്ടായാലും ഞങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും 80% ഞങ്ങളുടെ ക്ലയൻസും സാറ്റിസ്ഫൈഡാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ റെഫറൻസുകളിൽ നിന്നാണ് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ടാകുന്നത്. 90% സ്റ്റുഡൻസ് ഞങ്ങൾക്ക് റെഫറൻസിൽ നിന്നാണ് വരുന്നത്. അവസാനമായിട്ട് ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് അഡ്വൈസ് എന്തായിരിക്കും ആബേ സർവീസസിന്റെ? ഒറ്റ കാര്യമേ ഉള്ളൂ, ജെന്യുവൻ ഏജന്റിനെ ഐഡന്റിഫൈ ചെയ്യുക. ജെന്യുവൻ ഏജന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഞാൻ മുമ്പേ പറഞ്ഞു, അവരുടെ വെബ്സൈറ്റിൽ പോവുക. ഏതൊരു ഏജൻറ്റ് നിങ്ങളോട് അഡ്വൈസ് ചെയ്താലും എന്ത് കഥ പറഞ്ഞെന്ന് പറഞ്ഞാലും ആ പറയുന്ന പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ആ ഏജൻറ് ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ അവരുടെ അഡ്വൈസ് കേട്ടിട്ട് നിങ്ങൾ അവർ വഴി പൊക്കൂ, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ അങ്ങനെയുള്ളവരെ മാത്രമേ അപ്രോച്ച് ചെയ്യാവുള്ളൂ. പിന്നെ ഏറ്റവും നല്ലത് ഏരിയയിൽ ഞങ്ങളുടെ അസോസിയേഷൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ഹൈ കമ്മീഷൻ രൂപീകരിച്ച അസോസിയേഷനാണ്. അത് ജെനുവിൻ ഏജൻറ്റ് ഇൻറ്റഗ്രിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞിട്ടാണ് ഏജൻസിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പം ആ ഏജൻറ്റിന് അതിനകത്ത് ഫ്രോഡോ അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റത്തില്ല, പൈസ മേടിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പൈസ മേടിക്കാൻ പാടില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനെയുള്ള ഏജൻറ്റ് ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയാണ് തരുന്നത്. ഞങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്റ്റ് ഏജൻറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ഞങ്ങളുടെ പേര് അവിടെ ഉണ്ടാവും. ഞങ്ങൾ പറയുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഞങ്ങൾക്ക് 20+ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഓസ്ട്രേലിയയിൽ. ആ യൂണിവേഴ്സിറ്റിയുടെ പറയുന്ന ഞങ്ങൾ ഒരു സ്റ്റുഡൻറ്റിന് ഒരു കോഴ്സ് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കോഴ്സ് അതിൻ്റെ വെബ്സൈറ്റിൽ പോകുമ്പോൾ ആ ലിങ്കിൽ പോയി കഴിയുമ്പോൾ അവർക്ക് ആ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ തന്നെ ഞങ്ങളുടെ പേര് കാണാൻ പറ്റും. ഞങ്ങളുടെ പേരില്ല എങ്കിൽ ഒരു കാരണവശാലും ഞങ്ങൾ വഴി പോകാൻ സമീപിക്കരുത്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം കടവന്ത്രയിലുള്ള ആബേ സർവീസസിന്റെ ഹെഡ് ഓഫീസിലാണ്. മറ്റ് ബ്രാഞ്ചുകളുള്ളത് കോട്ടയത്തും തൃശ്ശൂരുമാണ്. 2 സ്ഥലത്തും ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഇവിടെയും ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഓഫീസുകളുണ്ട്. അപ്പം ഓസ്ട്രേലിയ ഒരിക്കലും ഒരു അപ്രാപ്യമായിട്ടുള്ള സ്ഥലമല്ല എന്നാണ് ആബേ സർവീസസ് പറയുന്നത്, അല്ലേ? നമുക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് നല്ലൊരു ഓതറൈസ്ഡ് ഏജന്റിന്റെ സഹായം കൂടി ഉണ്ടെങ്കിൽ മിഡിൽ ക്ലാസ്സിനും ഈവൻ ലോവർ മിഡിൽ ക്ലാസ്സിനും പോകാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഓസ്ട്രേലിയ. ഓക്കെ, താങ്ക് യു സോ മച്ച്.